ഗായ്സ്, വെൽക്കം ബാക്ക് ടു J3 വേൾഡ്സ്. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ നമ്മൾ ഗുണ്ടൽപേട്ടിൽ പോകുന്നതായിരുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അങ്ങോട്ട് പോകുന്ന വഴിയാണ് ജസ്റ്റിൻ്റെ ബൈനോക്കുലർ നല്ല സ്ഥലമല്ലേ നമ്മൾ പോകുന്ന വഴി. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഗുണ്ടൽപേട്ട് എത്തിയിരിക്കുകയാണ്. ബന്ദിപ്പാടങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊരു കൊച്ചു പാടമാണ് ഇവിടെ എൻട്രി ഫീ ഉണ്ട്. 20 രൂപയാണ് ഒരാൾക്കുള്ള എൻട്രി ഫീ. ഹലോ ഗൈസ്, ഇതാണ് ഈ ചെണ്ടുമല്ലി പൂക്കൾ. ഒരേക്കറിൽ കൂടുതലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് കൃഷി ചെയ്തിട്ടുണ്ട്. ഇവിടെ നേരിട്ട് വന്ന് കാണേണ്ട കാഴ്ചകളാണ്. അത്ര മനോഹരമായ കാഴ്ചകളാണ് ഇവിടെയുള്ളത്. ഇവിടെ ഇപ്പോൾ 2 ദിവസത്തിനുള്ളിൽ ഈ പൂക്കളെല്ലാം എടുത്ത് ഓണവിപണിയിലോട്ട് പോകുന്നതാണ്. സൂര്യകാന്തി പൂക്കൾ, ചെണ്ടുമല്ലി, ജമന്തി, ഇങ്ങനെയുള്ള ഒത്തിരി ചെടികൾ ഇവിടെ കാണാനുണ്ട്. നല്ല ഭംഗിയുള്ള ചെടികളാണ്. പിന്നെ ഒത്തിരി പൂക്കൾ കൊണ്ടുപോയിരിക്കുകയാണ്. ഞങ്ങൾ വൈകിയത് കൊണ്ട് കുറച്ച് പൂക്കളൊക്കെ കാണാൻ പറ്റിയുള്ളൂ. എന്തായാലും നിങ്ങളെല്ലാവരും ഇവിടെ വന്ന് കണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് നിങ്ങളുടെ വിവരങ്ങളെല്ലാം അറിയിക്കണം. കണ്ണൂരിൽ നിന്ന് വരുന്നവർക്ക് വയനാട്ടിലേക്ക് നമ്മുടെ പാൽച്ചുരം വഴി മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മുടെ മാനന്തവാടിയിലെത്തും. മാനന്തവാടിയിൽ നിന്നും നമുക്ക് പനമരം വഴി വന്ന് അല്ലെങ്കിൽ പച്ചിലക്കാട് വഴി അല്ലെങ്കിൽ നടവയൽ വഴി നമുക്ക് സുൽത്താൻ ബത്തേരി എത്താം. അവിടെ നിന്ന് നമ്മൾ മുത്തങ്ങ ഫോറസ്റ്റ് വഴിയാണ് നമ്മൾ ഈ സ്ഥലത്തേക്ക് ഗുണ്ടൽപേട്ടിലേക്ക് എത്തുന്നത്. ഗുണ്ടൽപേട്ടിൻ്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സൂര്യകാന്തി എണ്ണയ്ക്കും സൂര്യകാന്തിയുടെ വിത്തിനും വേണ്ടി ഉപയോഗിക്കുന്ന ചെടിയാണിത്. ഈ ചെടി മനോഹരമാണ്. ഇതിനോടൊപ്പം ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. ഓരോ ആൾക്കാരുടെ അടുത്തുനിന്നും മുതിർന്ന ഒരാൾക്ക് 20 രൂപ വെച്ച നിരക്കിലാണ് കൊടുക്കുന്നത്. ഇതുപോലെ തന്നെ അവിടെയുള്ള എല്ലാ സൂര്യകാന്തി പാടങ്ങളിലും ഇതുപോലെ ആളുകളെ കടത്തിവിടുകയും ഫോട്ടോ എടുക്കുകയും അതുപോലെ പൂക്കൾ ആവശ്യമുള്ളവർക്ക് പൂക്കൾ ശേഖരിക്കുകയും ചെയ്യാം. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വാടാമല്ലിപ്പൂവാണ്. ഈ പൂവിന് നല്ല വിലയാണ്. നമുക്കിപ്പോൾ ബന്ദിപ്പൂവിനൊക്കെ ആണെങ്കിൽ ഞങ്ങളോട് ചോദിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഞ്ഞ ബന്ദിപ്പൂവിന് 50 രൂപയാണ് കിലോയ്ക്ക്. അതേസമയം 70 രൂപ വരെ അതിന് വാങ്ങുന്നുണ്ട്. ഈ വാടാമല്ലിയുടെ പൂവിനാണെങ്കിൽ 200 രൂപ വരെ അവർ വില ചോദിക്കാറുണ്ട്. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. ബന്ദിപ്പൂ ഒഴിച്ച് മറ്റു തരത്തിലുള്ള റോസ് ഫ്ലവർ, വെള്ള ഫ്ലവർ, അതുപോലെ മറ്റ് കളറുകൾ മിക്സ് ആയിട്ടുള്ള ഫ്ലവർ, അങ്ങനെയുള്ളതിന് വില കൂടുതലാണ്. 200 രൂപ വരെ അതിനവിടെ വില ചോദിക്കാറുണ്ട്. സൂര്യകാന്തി പൂവിൻ്റെയൊക്കെ പാടങ്ങളാണ്. സൂര്യകാന്തി പൂവിൻ്റെ പാടങ്ങളിലുള്ള പൂക്കൾ ഈ മഴ കാരണം കുറേയൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. അതിലും ബന്ദിപ്പൂവിൻ്റെ പാടത്ത് നല്ല അടിപൊളി പൂക്കൾ നിൽക്കുന്നുണ്ട്. ഇവിടെയെല്ലാം ധാരാളം മലയാളികളുടെ വാഹനങ്ങൾ വരുന്നുണ്ട്. KL5, KL57, KL02, KL11, KL55 എന്നൊക്കെ നമ്പറിലുള്ള ധാരാളം വാഹനങ്ങൾ കാണാൻ. നല്ല പൂക്കള് വിരിഞ്ഞിട്ടുണ്ട്. അപ്പൊ കൂട്ടുകാരെ, നമ്മൾ ഇനി മേളിലേക്ക് കയറാൻ പോകണം. അതിനുള്ള വ്യക്തിയാണ് ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്നത്. ഇതെല്ലാം മുകളിലോട്ട് നമ്മൾ ബസ്സിന് KSRTC ബസ്സിന് ഒരാൾക്ക് 70 രൂപയാണ്, കുട്ടികൾക്ക് 35 രൂപയാണ്. അങ്ങനെ ബസ്സിന് ടിക്കറ്റ് എടുത്ത് ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴുള്ള ഇരുവശങ്ങളിലുള്ള കാഴ്ചകളാണ് നിങ്ങളിവിടെ കാണുന്നത്. നല്ല മനോഹരമായ കാഴ്ചകളാണ്. ഏറ്റവും മുകളിൽ പോയി ഉയരം കണ്ടുന്ന ബസ്സാണിത്. KSRTC ബസ്സിൻ്റെ സൈഡിൽ നല്ല വ്യൂ ആണ് ഇവിടെ കാണുന്നത്. പിന്നെ ഇതിൽ എല്ലാവർക്കും സീറ്റ് കിട്ടും. ബസ്സിൽ ഒത്തിരി സീറ്റുണ്ട്. ഈ ബസ് കയറി കഴിഞ്ഞാൽ ഈ ബസ്സുകളിൽ നിന്ന് താഴോട്ട് നോക്കിയാൽ പൂപ്പാടങ്ങളെല്ലാം നല്ല മനോഹരമായിട്ട് കാണാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നതാണ്.
അപ്പോൾ നല്ല കാഴ്ചകളാണ്. അപ്പോൾ ഇത് നേരെ മുകളിലോട്ട് പോയി അവിടെ ഗോപാലസ്വാമി ക്ഷേത്രത്തിൽ പോകുന്ന നേരിട്ട് ബസ്സാണ് ഉള്ളത്. അവിടെ നിന്ന് നേരിട്ട് തിരിച്ചും ഇങ്ങോട്ടേക്കും KSRTC ബസ് സർവീസ് നടത്തുന്നതാണ്. അപ്പോൾ കുട്ടികൾ നമ്മൾ ഈ ബസ് കയറണമെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുക്കണം. നല്ല വ്യൂ ആണ് ഇവിടെ. നമ്മളിപ്പോൾ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഗുണ്ടൽപേട്ട് വന്നതിന് ശേഷം ഗോപാലസ്വാമി ബെട്ട എന്ന് പറയുന്ന ഗോപാലസ്വാമി ഹിൽസിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മളെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 14 കിലോമീറ്ററോളം നമ്മൾ ഗുണ്ടൽപേട്ട് നിന്ന് വരണം. വന്നതിന് ശേഷം അതിൻ്റെ ഗോപാലസ്വാമി ബെട്ടിലേക്കുള്ള ആർച്ചുണ്ട്. ആ ആർച്ചിൻ്റെ കീഴിൽ കൂടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കവിടെ ഒരു പാർക്കിംഗ് സ്ഥലം കാണും. ആ പാർക്കിംഗ് സ്ഥലത്ത് നമ്മൾ വാഹനം നിർത്തിയിട്ട് ആളുകൾ അവിടെ നമ്മുടെ വാഹനം അവിടെ പാർക്ക് ചെയ്തതിന് ശേഷം ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്ത് നമ്മുടെ മുകളിലേക്ക് പോകും. തിരിച്ചുള്ള യാത്രയ്ക്ക് അങ്ങോട്ടുള്ള യാത്രയ്ക്കും കൂടെ 70 രൂപയാണ് ഒരു മുതിർന്ന ആളുകളുടെ ടിക്കറ്റ്. കുട്ടികൾക്ക് 35 രൂപയും. അങ്ങനെ മുകളിലേക്കുള്ള യാത്ര വളരെ മനോഹരമാണ്. വലിയ കുന്നിൻ്റെ മുകളിലൂടെ പോകുമ്പോൾ താഴെയുള്ള ഗുണ്ടൽപേട്ട് നഗരം ഗുണ്ടൽപേട്ട് ഗ്രാമം പൂർണ്ണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ വീഡിയോ ക്യാമറ കൊണ്ട് എടുക്കുമ്പോൾ നമുക്കത് കിട്ടുന്നതിന് വലിയ പരിമിതിയുണ്ട്. ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്ന ഗോപാലസ്വാമി ക്ഷേത്രത്തിനടുത്താണ്. അവിടെ ബസ് ഇറങ്ങി നമ്മൾ ആ പരിസരത്തെ കൂടെ പോവുകയാണ്. നമുക്ക് നല്ല കാറ്റാണ്. ഇതിൻ്റെ ഒരു വശത്ത് നിന്ന് നമ്മളിപ്പോൾ കാണുന്ന ഭാഗത്ത് ആ വൃക്ഷത്തിൻ്റെ എതിർവശത്ത് നല്ല കാറ്റ് വരുന്നുണ്ട്. അതിൻ്റെ നമ്മുടെ സൈഡ് നമ്മൾ ബസ് കയറി വന്ന സൈഡിൻ്റെ അത്ര കാറ്റില്ല. എതിർവശത്ത് നല്ല കാറ്റാണ്. ആ കാറ്റടിച്ച് കാറ്റ് നമ്മളെ തള്ളി മാറ്റുന്ന പോലെ അത്ര ശക്തമായിട്ടുള്ള കാറ്റാണ്. അതുപോലെ നല്ല കോടമഞ്ഞും മനോഹരമായ പ്രകൃതിയുമാണ് ഇവിടെ കാണാനുള്ളത്. മനോഹരമായ പ്രകൃതി എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കുന്ന് കയറി വരുന്നത് നമുക്കൊരിക്കലും നഷ്ടമല്ല. നമ്മൾ ആ പൈസ മുടക്കി മുകളിൽ വന്നാൽ നമുക്കൊരിക്കലും നഷ്ടമല്ല. വളരെ മനോഹരമായ സീനുകളാണ് നമുക്ക് താഴെ കാണാനുള്ളത്. ഈ മലകളിലെല്ലാം പ്രകൃതി ഒരുക്കിയിരിക്കുന്ന സ്വാഭാവികമായിട്ടുള്ള പൂവുകൾ പൂത്തു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ അമ്പലത്തിലേക്ക് പ്രവേശനത്തെ ആർക്കും നിഷ്കർഷയൊന്നും എഴുതി വെച്ചിട്ടായിട്ട് കാണുന്നില്ല. എല്ലാ ജാതിയിലും മതത്തിലും പെട്ടവർ ഇവിടെ വരികയും ഈ സ്ഥലവും സൗന്ദര്യവും ഈ പ്രകൃതിയും ഒക്കെ ആസ്വദിക്കുകയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന സിനിമ ഷൂട്ട് ചെയ്ത് ഈ സ്ഥലത്ത് കുറേ സീനുകൾ ഈ ഭാഗത്ത് വെച്ച് ചിത്രീകരിച്ചതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇദ്ദേഹം നല്ല പാട്ടുകാരനാണ്. അദ്ദേഹം പാട്ട് പാടുന്ന ഒരു സീനാണ് നമ്മൾ കാണുന്നത്. ഇനി നമ്മൾ മുകളിലേക്ക് പോയി കഴിയുമ്പോൾ അവിടെ പ്രസാദമായിട്ട് ഭക്ഷണമൊക്കെ കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കുറേ ആളുകൾ അതിലെ ഭക്ഷണം കഴിക്കുന്നതായിട്ട് ഒരു സൈഡിൽ കാണാൻ സാധിക്കും. ഈ മുകളിൽ നിന്നുള്ള വ്യൂ വളരെ മനോഹരമാണ്. കുട്ടികൾ ചിത്രീകരിച്ച വീഡിയോ ആയതിൻ്റെ ഒരുപാട് പരിമിതികൾ ഈ വീഡിയോയ്ക്കുണ്ട്. എന്നാലും കുഞ്ഞുങ്ങൾ അവർക്ക് കൊണ്ട് പറ്റുന്നത് പോലെ മനോഹരമായി ചിത്രീകരിച്ചിരിക്കുകയാണ്. എന്നോട് തണുത്ത് വെച്ച് നടക്കണം. പിന്നെ നമ്മൾ ക്ഷേത്രത്തിലാണ് ഉള്ളത്. അങ്ങനെ നമ്മൾ യാത്രയുടെ ഒരു വിഭാഗം കഴിഞ്ഞ് നമ്മളിപ്പോൾ മലമുകളിൽ നിന്ന് താഴേക്ക് തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുന്ന യാത്രയാണ് കാണുന്നത്. അങ്ങനെ നമ്മൾ താഴേക്ക് തിരിച്ചു പോരുന്നു. താഴെ മനോഹരമായി ഈ യാത്ര താഴേക്ക് വീണ്ടും കുന്നിറങ്ങി വരുന്ന മനോഹരമായ കാഴ്ചയാണ് അത് കാണുന്നത്. നമ്മളിപ്പോൾ താഴെ എത്തിയിരിക്കുകയാണ്. താഴെ നമ്മൾ വന്ന ബസ് അവിടെയുണ്ട്. ഈ ബസ്സിലാണ് നമ്മൾ യാത്ര ചെയ്തത്. ഇതാണ് നമ്മുടെ എൻട്രൻസിൽ
ഗോപാൽസ്വാമി ഹിൽസ് എന്നും മറ്റും എഴുതിയിട്ടുണ്ട്. നമ്മുടെ പൂവുകളാണ് താഴെയുള്ള പ്രകൃതി ഒരുക്കിയിരിക്കുന്ന മനോഹരമായ പൂവുകൾ താഴെ കാണാൻ സാധിക്കും. നമ്മുടെ താഴെ പ്രത്യേകിച്ച് ഒരു ഔദ്യോഗികതയില്ലാതെ സ്ഥലം